സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അജയ് ഘോഷിൻ്റെ നിലാവ് മാത്രമല്ല. എന്നാലും ഒരു കോളേജ് വാദ്യാർക്ക് പറ്റിയ പണിയാണോ മോനെ ഇത്? രമേശ് ചോദിച്ചു. നീ വിചാരിക്കുന്നതല്ല, അതിനല്ല ഞാൻ. പിന്നെന്തിനാ? പറയണോ വേണ്ടയോ എന്ന് ധർമ്മസങ്കടത്തിലായി രവികൃഷ്ണൻ. പറയാതിരുന്നാൽ രമേശിൻ്റെ ഊഹവും സത്യമാവും. പറഞ്ഞാൽ എന്ത്? കെട്ടാൻ പോകുന്ന പെൺകുട്ടിയെ കാട്ടിക്കൊടുക്കാമെന്ന് കഴിഞ്ഞ ദിവസം ഇവന് വാക്കുകൊടുത്തതല്ലേ താൻ? യാദൃശ്ചികമായി ആ നിമിഷം ഇതാ വന്നു. കള്ളം ആലോചിച്ച് വിഷമിക്കേണ്ട സാറേ, ഞാൻ ചുമ്മാ പറഞ്ഞതേയുള്ളൂ. ഇതൊരു പാപമൊന്നുമല്ല. നീ ഒരു ബാച്ചിലർ അല്ലേ? പെൺ സൗന്ദര്യം എന്നത് ആണിന് ആസ്വദിക്കാനുള്ളതാ. അതല്ല രമേശ്. ലജ്ജ പൂണ്ടൊരു ചിരിയോടെ രവികൃഷ്ണൻ തുടർന്നു. ഞാൻ നോക്കിയത് ആ കുട്ടിയെയാ. ഏതു കുട്ടിയെ? ഞാൻ വിവാഹം ചെയ്യാൻ പോകുന്ന കുട്ടിയെ. എവിടെ? ഏതാ കക്ഷി? വേഗം കാണിച്ചേ. ആ മെറൂൺ ചുരിദാറിട്ട കുട്ടി, നീല ഫയൽ പിടിച്ച. രമേശ് വേഗം എഴുന്നേറ്റ് കോഫി ഹൗസിന് പുറത്തിറങ്ങി. വരാന്തയിൽ നിന്ന് പെൺ സംഘത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി. തിരിച്ചു വന്ന രമേശ് സുഹൃത്തിൻ്റെ മുഖമൊന്ന് നോക്കി. പിന്നെ കസേരയിൽ പാഞ്ഞിരുന്ന് കണ്ണടച്ചു. അയാളുടെ ഭാവം പാടെ മാറിയത് രവികൃഷ്ണൻ ശ്രദ്ധിച്ചു. എന്താ രമേശ്? ഒന്നുമില്ല. പിന്നെന്താ നിന്റെ മുഖം വല്ലാതെ? അപ്പോൾ ഒരു ബസ് വന്നു നിന്നു. ബസ് നീങ്ങിയതും പെൺകുട്ടികളുടെ സംഘത്തിലെ പകുതിയോളം പേർ അതിലായിപ്പോയി. ഗാഥയും കുറേ കുട്ടികളും ബാക്കിയായി. രവികൃഷ്ണനാവട്ടെ ആകാംക്ഷയായി. ആകാംക്ഷ വളർന്ന് അനിയന്ത്രിതമായി. രമേശ്, എന്താ മിണ്ടാത്തത്? ഞാൻ മിണ്ടണോ? മനസ്സിലായില്ല. എന്താ നീ അങ്ങനെ ചോദിച്ചത്? എന്നാ അച്ഛനും അമ്മയും പെണ്ണും കാണാൻ വരുന്നത്? ഈ സൺഡേ. അവരോട് വരണ്ടെന്ന് പറഞ്ഞേക്ക്. രമേശ്, അവൾ നിനക്ക് പറ്റിയ പെണ്ണല്ല രവി. രമേശ്, നീ എന്തേ പറയുന്നത്? ഐ നോ ഹർ. ഹോട്ടൽ നികുഞ്ചത്തിൽ വെച്ച്. രവികൃഷ്ണൻ വ്യക്തമാവാതെ രമേശിൻ്റെ കണ്ണിലേക്ക് നോക്കി. അവൾ നിനക്ക് പറ്റിയ പെണ്ണല്ല രവി. ശരിയല്ലവൾ. രമേശിൻ്റെ വാക്കുകൾ തൊട്ടരികത്ത് മുഴങ്ങുന്നത് രവികൃഷ്ണൻ കേട്ടു. മുന്നറിയിപ്പ് പോലെ. മഴ നിറഞ്ഞു പെയ്യുകയാണ്. ലോഡ്ജ് മുറിയിൽ ജനാലയ്ക്കപ്പുറം അലറി വീഴുന്ന മഴയ്ക്കിപ്പുറം രവികൃഷ്ണൻ ഇരുന്ന് മനസ്സിൽ ഒന്നു മാത്രം. കിലോമീറ്ററുകൾ അകലെ കിടക്കുന്ന ഒരു കെട്ടിടം, നികുഞ്ചകം. തനിക്കറിയാം ആ ഹോട്ടൽ. രവികൃഷ്ണൻ ഓർത്തു. സിറ്റിയിൽ നിന്നും വിട്ടാണത്. ബീച്ചിലേക്ക് പോയപ്പോഴെല്ലാം അത് തൻ്റെ ശ്രദ്ധയിൽ ഉടക്കിയിട്ടുണ്ട്. ടാറിട്ട ബീച്ച് റോഡിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞു പോകുന്ന നീണ്ട ഒറ്റയടിപ്പാത അവിടെയാണ് അവസാനിക്കുന്നത്. മരങ്ങൾക്കിടയിൽ ഒരു മഞ്ഞകട്ട പോലെ നിൽക്കുന്ന ഇരുനില കെട്ടിടം. ഹോട്ടലിലേക്ക് പോകുന്നതും ഹോട്ടലിൽ നിന്ന് മടങ്ങുന്നതുമായ സ്വകാര്യ വാഹനങ്ങൾ. നഗരഹൃദയത്തിലെ ഹോട്ടലുകൾ പോലെയല്ല. നിഗൂഢതയുടെ ഒരാവരണം ആ വെളുത്ത കെട്ടിടത്തെ പൊതിയുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. ആ നിഗൂഢതയിലേക്കാണ് ഗാഥ പോയത്. ഒറ്റയ്ക്ക്. രമേശ് പറഞ്ഞു കേൾപ്പിച്ചതിൻ്റെ ഒരോർമ്മ പോലും രവികൃഷ്ണനെ ഞെട്ടിച്ചു. ഗൗതം രാഘവൻ എന്നൊരു എഴുത്തുകാരനെ കാണാനായിരുന്നു ആ പോക്ക്. അവൾ അയാളുടെ മുറിയിലേക്ക് പോകുന്നത് രമേശ് കണ്ടു. അടുത്ത വാതിലിനപ്പുറം എന്തുണ്ടായി എന്ന് രമേശിനറിയില്ല. പക്ഷേ നീണ്ട വർഷങ്ങളിലെ ഹോട്ടൽ ജീവിതം കൊണ്ട് അത് ഊഹിക്കാവുന്നതേയുള്ളൂ. ജീനിയസുകളെ കാണാൻ ഹോട്ടലിലേക്ക് ഭ്രാന്തെടുത്ത് വരുന്ന ആരാധികമാരെ നിരവധി കണ്ട കണ്ണുകളാണ് രമേശിൻ്റേത്. ആ ഭ്രാന്തിന് പരിസരബോധമുണ്ടാവില്ല. അരാജകത്വമായിരിക്കും അതിൻ്റെ ആദർശം. കുറേ കഴിഞ്ഞ് ഗൗതം രാഘവൻ്റെ മുറിവിട്ട് ഗാഥ ഇറങ്ങിപ്പോയി. അപ്പോൾ അവളുടെ മുഖഭാവവും ശരീരഭാഷയും വ്യത്യസ്തമായിരുന്നു. പിണങ്ങിപ്പോകുന്നത് പോലെ കരയുന്നുണ്ടായിരുന്നു അവൾ. നൊടിനേരത്തിനുള്ളിൽ അയാളും പിന്നാലെ ചെന്നു. കയ്യിൽ പിടിച്ചു നിർത്തി എന്തൊക്കെയോ സംസാരിച്ചു. ആ കൈ തട്ടി മാറ്റിയിട്ട് അപ്പോൾ വന്നു നിന്നൊരു ഓട്ടോയിൽ കയറി അവൾ സ്ഥലം വിട്ടു. രമേശിൻ്റെ വാക്കുകൾ. നിനക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഈ നിമിഷം നമുക്കവളെ കാണാം. വാ, നിന്റെ മുമ്പിൽ വെച്ച് ഞാൻ അവളോട് ചോദിക്കാം ഇതൊക്കെ നടന്നതല്ലേ എന്ന്. ഒരക്ഷരം മിണ്ടാതെ തലയാട്ടും അവൾ. രമേശ് പറഞ്ഞു. രവി, നിന്റെ പഴയ കൂട്ടുകാരനാണ് ഞാൻ. വേണമെങ്കിൽ ഇതെനിക്ക് നിന്നോട് പറയാതിരിക്കാം. പക്ഷേ അങ്ങനെ ചെയ്താൽ അത് ചതിയാണെന്ന് തോന്നി. ചതിക്കാൻ പറ്റുന്നില്ലടാ എനിക്ക്. മഴ ശക്തമാവുകയാണ്. നൈരാശ്യത്തിൽ നിന്ന് ഊർജം വലിച്ചെടുത്ത് കനക്കുന്ന രോഷം പോലെ മഴയ്ക്ക് തണുപ്പല്ല, തീയുടെ ചൂടാണെന്ന്. മഴ താനാണെന്ന് രവികൃഷ്ണന് തോന്നി. അയാൾ എഴുന്നേറ്റ് മുറിയിൽ ഉലാത്തി. കൺമുന്നിൽ മരക്കൂട്ടത്തിലെ ആ മഞ്ഞുകട്ട വീണ്ടും വീണ്ടും പൊന്തുന്നു. ഗുരുനാഥൻ്റെ അച്ചടക്കമുള്ള മകൾ ആ മഞ്ഞുകട്ടയിലേക്ക് ചെല്ലുന്നു. ഒറ്റയ്ക്ക്. വീണ്ടും രമേശിൻ്റെ വാക്കുകൾ രവികൃഷ്ണൻ്റെ ചെവിയിലെത്തി.
ഈ ഗൗതം രാഘവൻ മുമ്പും 3-4 വട്ടം അവിടെ വന്ന് തങ്ങിയിട്ടുണ്ട്. കക്ഷി സ്മോളാണ്, അതിൽ അത്ഭുതമില്ല. മിക്കവാറും എല്ലാ റൈറ്റേഴ്സും കലാകാരന്മാരും വെള്ളമാ. ചിലർക്ക് കഞ്ചാവും കാണും. മുറിക്കുള്ളിൽ ലഹരിയിൽ ഗൗതം രാഘവൻ. ഗാഥ വാതിലിൽ മുട്ടുന്നു. വാതിൽ തുറന്ന് ഗൗതം രാഘവൻ അവളെ അകത്തേക്ക് കയറ്റുന്നു. വാതിൽ അടയുന്നു. അകത്ത് ഗൗതം രാഘവൻ്റെ ഇരട്ടക്കട്ടിൽ. രവികൃഷ്ണന് തൊണ്ട വരളുന്നതായി തോന്നി. ജഗ് പെട്ടെന്നെടുത്ത് അയാൾ വായിലേക്ക് കമിഴ്ത്തി. ധാരാളം വെള്ളം തൊണ്ടയിലൂടെ ഇറങ്ങിപ്പോയി. എന്നിട്ടും ദാഹം അവസാനിപ്പിക്കാനായില്ല. രവികൃഷ്ണന് പുക വലിക്കുന്ന ശീലമില്ല. ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ഇപ്പോൾ നിർത്താതെ പുക വലിച്ചേനെ. അയാൾ മദ്യപിക്കില്ല, അല്ലെങ്കിൽ ബോധം കെടുവോളം മദ്യപിച്ചേനെ. രാത്രി മുഴുവനും രവികൃഷ്ണൻ ആലോചനകളുടെ പെരുമഴയിലായിരുന്നു. തിരിച്ചും മറിച്ചുമുള്ള ഒരാലോചന. ഒടുവിൽ ശനിയാഴ്ച പുലരുമ്പോൾ ഒരു തീരുമാനത്തിലെത്തിയിരുന്നു. അതപ്പോൾ തന്നെ അയാൾ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. ഞായറാഴ്ച. ഉന്മേഷത്തോടെയാണെന്ന് വിശ്വനാഥൻ നായർ ഉറക്കമുണർന്നത്. അയാൾ മാത്രമല്ല, ശാരദാമ്മയും. രണ്ടുപേരും കുളിച്ച് ക്ഷേത്രത്തിൽ പോയി. ഗാഥയ്ക്ക് അവരുടെ കൂടെ പോകേണ്ടി വന്നു. വിഗ്രഹത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ അവൾ ഓർത്തു, ഇവരുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്. പക്ഷേ അത് തൻ്റെ ലക്ഷ്യമല്ല, അവരുടേത് മാത്രമാണ്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ മുതൽ വിശ്വനാഥൻ നായരുടെ മനസ്സിൽ ഒന്നു മാത്രമായി: ശിഷ്യൻ്റെയും വീട്ടുകാരുടെയും വരവ്. ഉച്ചയ്ക്ക് മുമ്പെത്തും എന്നാണ് രവികൃഷ്ണൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത്. 5:30 ട്രെയിൻ കിട്ടിയാൽ ഇവിടെ എത്താൻ 6 മണിക്കൂർ മതിയാകും. വിശ്വനാഥൻ നായർ കണക്കാക്കി. ഏറിയാൽ 12 മണി. ഇപ്പോൾ മണി 9. ഗാദിയോട് പ്രസന്നതയോടെ ഇരിക്കണമെന്ന് പറയാൻ അയാൾ ശാരദാമ്മയെ പ്രത്യേകം ഓർമ്മിപ്പിച്ചു. കുറേ നാളായി കാർമേഘത്തിനകത്തെന്ന മാതിരിയാണ് അവളുടെ മുഖഭാവവും പെരുമാറ്റവും. ഇന്ന് അത് വേണ്ട. ഇതൊരു പതിവ് ഞായറാഴ്ചയല്ല, അവളുടെ ഭാവിയെ സംബന്ധിച്ച ഞായറാഴ്ചയാണ്. മാസങ്ങൾക്ക് മുമ്പ് തൻ്റെ നെഞ്ചിലേറ്റ ആഘാതത്തിന് പകരമായി സാന്ത്വനമായി ദൈവം തന്ന ഞായറാഴ്ച. ഈ വീടിന് നഷ്ടപ്പെട്ട മനഃശാന്തി ഈ ഞായറാഴ്ച തിരികെ കൊണ്ടുവരും. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ രവികൃഷ്ണൻ്റെ അച്ഛനമ്മമാരിവിടെ എത്തും. ഗാഥയെ പെണ്ണ് കാണും, ഇഷ്ടപ്പെടും, വിവാഹ തീയതി നിശ്ചയിക്കപ്പെടും. അത് കഴിഞ്ഞിട്ട് വേണം ചീന്തി എറിഞ്ഞൊരു പഴയ ഫോൺ നമ്പറിൽ വിളിച്ചറിയിക്കാൻ. ഹലോ മിസ്റ്റർ അരവിന്ദ മേനോൻ, എൻ്റെ കുട്ടിയുടെ വിവാഹം നിശ്ചയിച്ചു. തീയതി പുറകെ അറിയിക്കാം, കാർഡും അയക്കാം. പക്ഷേ താൻ വരരുത്. വിശ്വനാഥൻ നായർ തനിയെ ഇരുന്ന് ചിരിക്കുന്നത് കണ്ട് ശാരദാമ്മ അടുത്ത് ചെന്ന് ചോദിച്ചു, എന്താ? ഏയ് ഒന്നുമില്ല. ഗാഥ എവിടെ? മുറിയിലുണ്ട്. ഞാൻ ഓർമ്മിച്ച കാര്യം നീ അവളോട് പറഞ്ഞോ? പറഞ്ഞു. പക്ഷേ അവൾക്കൊരു സന്തോഷവും ഇല്ല. വിശ്വനാഥൻ നായരുടെ പുരുകങ്ങൾ ചുളിഞ്ഞു. എന്താ അവൾക്ക് സന്തോഷമില്ലാത്തത്? എന്തിനാ അവളുടെ ഭാവം? എല്ലാം തകർക്കാനാണോ? അവൾ ചെയ്ത വിവരക്കേട് തിരുത്താൻ നോക്കുകയാണ് ഞാൻ. അതിനിയും മനസ്സിലാവുന്നില്ലേ ആ വിഡ്ഢിക്ക്? ഒരു കാര്യം ഞാൻ പറയാം. അവരുടെ മുമ്പിൽ എന്തെങ്കിലും അനിഷ്ടം കാട്ടിയാൽ പിന്നെ ഈ വീട്ടിൽ അവൾ ഉണ്ടാവില്ല. കഴുത്തിന് പിടിച്ച് പെരുവഴിയിലേക്ക് തള്ളി ഞാൻ. ഓർമ്മിച്ചേക്ക്, ഇപ്പോൾ തന്നെ. ശാരദാമ്മ സംഭ്രാന്തിയിലായി. അല്പം മുമ്പ് മകൾ പറഞ്ഞ വാക്കുകൾ അവരുടെ ഓർമ്മയിൽ കിടന്നു പൊള്ളി. ഒരു ജോലിയാണ് എനിക്ക് വേണ്ടത്, ഭർത്താവിനെയല്ല. എത്ര വട്ടം ഞാനത് അമ്മയോട് പറഞ്ഞു. പിന്നെയും എന്തിനാ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? വാച്ചിൽ നോക്കിയിട്ട് വിശ്വനാഥൻ നായർ പറഞ്ഞു, പോയി ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുക ആ കഴുതയ്ക്ക്. ശാരദാമ്മ എഴുന്നേറ്റ് പോയതും വിശ്വനാഥൻ നായരെ ഒരാശങ്ക ബാധിച്ചു. രവിയുടെ രക്ഷിതാക്കൾക്ക് മുമ്പിൽ ഗാഥ ഒരു രംഗം സൃഷ്ടിക്കുമോ? സ്വന്തം നല്ല ഭാവിയിലേക്കുള്ള വാതിലടയ്ക്കുമോ ആ വിഡ്ഢി? അവരെത്താൻ ഇനി ഏറെ നേരമില്ല. അതിനകം ആ ബോധമില്ലാത്തവളോട് നേരിട്ട് സംസാരിക്കണോ? സ്നേഹവാത്സല്യങ്ങളുടെ നാളുകൾ ഇല്ലാതായിട്ട് മാസങ്ങളായി. മുഖാമുഖം സംസാരിച്ച ദിവസങ്ങൾ തന്നെ എത്രയോ പിറകിലാണ്. അച്ഛനും മകളുമായി ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത അകൽച്ചയുടെ മതിൽ. അത് പെട്ടെന്നൊരു നിമിഷം കൊണ്ട് ഭേദിക്കാനാവുമോ? വിശ്വനാഥൻ നായർ എന്തു വേണ്ടു എന്ന് നിശ്ചയമില്ലാതെ അസ്വസ്ഥതയോടെ ഇറയത്ത് നിന്നു. വാച്ചിൽ സമയം കയറിപ്പോയി. 11:12. അവരെന്താണ് വൈകുന്നത്? 12:30. 1. വിശ്വനാഥൻ നായർ രവികൃഷ്ണൻ നമ്പറിൽ വിളിച്ചു. മറുപടിയില്ല. ശാരദാമ്മ വേവലാതിയോടെ ചോദിച്ചു, എന്തുപറ്റി? അതാ ഞാനും ആലോചിക്കുന്നത്. വിശ്വനാഥൻ നായർ രണ്ടാമതും വിളിച്ചു. ശാരദാമ്മ ചോദിച്ചു, ബെല്ലടിക്കുന്നുണ്ടോ? ഉണ്ട്. പിന്നെന്താണെന്ന് ചോദിച്ചാൽ എനിക്കെങ്ങനെ അറിയാം? വിശ്വനാഥൻ നായർ വീണ്ടും ശ്രമിച്ചു. മൂന്നാമത്തെ ശ്രമം. പ്രതികരണമില്ല.
ട്രെയിൻ യാത്രയല്ലേ, ചിലപ്പോൾ റേഞ്ചിൻ്റെ പ്രശ്നമാവാം. അയാൾ മനസ്സിൽ സമാധാനിക്കാൻ നോക്കി. ചിലപ്പോൾ സ്റ്റേഷനെത്തിയ ശേഷം വിളിക്കാമെന്ന് തീരുമാനിച്ചിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ. പക്ഷേ ആ സ്വയം സമാധാനിപ്പിക്കലുകൾ വിശ്വനാഥൻ നായരുടെ 4ാമത്തെ ഫോൺ കോളോടെ അടിതെറ്റി വീണു. ട്രെയിൻ യാത്രയുടെ യാതൊരു പശ്ചാത്തലങ്ങളുമില്ലാതെ രവികൃഷ്ണൻ്റെ മറുപടി അയാൾക്ക് കിട്ടി. അപരിചിത്വം മുറ്റിയ മറുപടി. വിശ്വനാഥൻ നായരുടെ ശാരദാമ്മയുടെയും ഉത്കണ്ഠയുടെ നെഞ്ചിലേക്ക് തീവെള്ളം പോലെ അത് വന്നു വീണു. യാത്ര ക്യാൻസൽ ചെയ്തു. ജാതകം ചേരില്ല. വിശ്വനാഥൻ നായർ എന്തെങ്കിലും ചോദിക്കാൻ ഭാവിക്കും മുമ്പ് മറുഭാഗത്ത് ഫോൺ നിശബ്ദമാവുകയും ചെയ്തു. അപ്പോൾ സമയം 4 ചാരിയിട്ടിരുന്ന വാതിൽ തള്ളി തുറന്ന് അച്ഛൻ അകത്തേക്ക് വന്നതും ഗാഥ നടുങ്ങിപ്പോയി. തൊട്ടു മുമ്പിൽ തന്നെ തുറച്ചു നോക്കി നിൽക്കുന്ന വിശ്വനാഥൻ നായരെ അവൾ കണ്ടു. തൊട്ടു പിന്നിലേക്ക് ഓടിയെത്തുന്ന ശാരദാമ്മയെയും. നിന്റെ പ്രാർത്ഥന പോലെ നടന്നു. സന്തോഷമായി ലേഡി. ഗാഥയൊന്നും ചോദിച്ചില്ല. എന്തുണ്ടായിന്ന് നിനക്കറിയണ്ട. നിനക്കൊരാകാംക്ഷയുമില്ല. കാരണം നീ ആഗ്രഹിച്ചതാണല്ലോ ഇപ്പോൾ ഉണ്ടായത്. കാലത്ത് അമ്പലത്തിൽ നിന്നും ഇവിടെ ഈ മുറിക്കകത്തിരുന്നതും ഇതിനു വേണ്ടിയാ നീ പ്രാർത്ഥിച്ചത് അല്ലേ? ഈ പ്രപ്പോസൽ അലസിപ്പോണേ എന്ന് അല്ലേടി? ഗാഥയൊന്നും പറഞ്ഞില്ല. മനസ്സിൽ ഒരു കാറ്റിൻ്റെ കുളിര് വീണു. ഗാഥ ഓർത്തു, അപ്പോൾ ആ ഭീഷണി വന്നതുപോലെ തന്നെ മടങ്ങിപ്പോയിരിക്കുന്നു. എത്ര നല്ല വാർത്ത. ദൈവത്തിൽ കുറേ നാളായി ഇല്ലാതിരുന്ന വിശ്വാസം ഇപ്പോൾ അവൾക്ക് വീണ്ടും ഉണ്ടായി. കൃത്യസമയത്ത് ദൈവം സഹായിച്ചിരിക്കുന്നു. ദൈവത്തിന് നന്മ വരട്ടെ. ജാതകം ചേരുന്നില്ലത്രേ. വിശ്വനാഥൻ നായർ പല്ല് ഞെരിച്ചുകൊണ്ട് ശാരദാമ്മയുടെ നേരെ തിരിഞ്ഞു. പെട്ടെന്ന് ഈ ചൂടുമാറ്റത്തിന് ഒരൊറ്റ കാരണമേ ഉണ്ടാവൂ. അതെന്താണെന്ന് താൻ പ്രത്യേകം പറയണമെന്നുണ്ടോ? ഉണ്ടോ? ആ സംഭവം അവനും അറിഞ്ഞു. അതുതന്നെ. വിശ്വനാഥൻ നായർ തിരിഞ്ഞ് ഗാഥയെ നോക്കി. എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നത്? ശാരദാമ്മ ചോദിച്ചു. അതൊന്നും ആവില്ല കാര്യം. ഒന്ന് വിളിച്ചു ചോദിച്ചാൽ അറിയാവുന്നതല്ലേ ഉള്ളൂ. വിശ്വനാഥൻ നായരുടെ കണ്ണു ചുവന്നു. എന്താ നീ പറഞ്ഞത്? വിളിച്ചു ചോദിക്കാനോ? അത്ര അധപതിച്ചിട്ടില്ലടി പ്രൊഫസർ വിശ്വനാഥൻ നായർ. എൻ്റെ സന്തതി എന്നെ നാണം കെടുത്തി എന്ന് വെച്ച് ഞാനൊരുത്തൻ്റെയും മുമ്പിൽ കൈനീട്ടി ചെല്ലില്ല. കൈനീട്ടാനല്ലല്ലോ ഞാൻ. മിണ്ടിപ്പോകരുത്. വിശ്വനാഥൻ നായർ ശാരദാമ്മയുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി ഗർജിച്ചു. വിളിച്ചു ചോദിക്കണമത്രേ. ഒരുത്തൻ്റെ പരിഹാസം കേട്ടത് പോരെ, ഇനി വേറൊരുത്തൻ്റെ വായിന്ന് ഇത് ചോദിച്ചു വാങ്ങണോ താൻ? വിശ്വനാഥൻ നായർ കിതച്ചു. വിയർത്ത മുഖം അമർത്തി തുടച്ച് വിശ്വനാഥൻ നായർ തുടർന്നു. ഇവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് റിക്വസ്റ്റ് ചെയ്തത് അവൻ, എന്നെ ബഹുമാനിക്കുന്ന ശിഷ്യൻ. ആ അവൻ എന്നെക്കൊണ്ട് 4 വട്ടം വിളിപ്പിക്കുക. ഒടുവിൽ ഈ ബന്ധം വേണ്ടെന്ന് പറയുക. ഇതിൽ പേരൊരു ഇൻസൾട്ട് ഉണ്ടാകാനുണ്ടോ എനിക്ക്? ശാരദാമ്മ നിശബ്ദയായി. ഗാഥ നിലത്ത് നോട്ടമുറപ്പിച്ച് നിൽപ്പാണ്. എല്ലാം ഈ ഒരുത്തി കാരണമല്ലേ? ഇതിപ്പോൾ ആദ്യത്തേതല്ല, 2ാമത്തെ അനുഭവമാ. 2ാമത്തെ നാണം കെടുത്തൽ. അറിയാമല്ലോ നിനക്ക്. മറക്കാൻ ശ്രമിച്ചു വരികയായിരുന്നു. ഒറ്റ കൂട്ടുകാരൻ തന്നെ ആ ഷോക്ക്. ഇപ്പോൾ അതിൻ്റെ പുറത്ത് ശിഷ്യൻ തന്നതുകൂടിയായി. ഒരു തന്തയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല സമ്മാനം. വിശ്വനാഥൻ നായർ ഗാഥയെ തുറിച്ചു നോക്കി. പുന്നാരമോൾക്ക് ഒന്ന് മനസ്സിലായി കാണുമല്ലോ. സാഹിത്യം പഠിക്കുന്നവൻ്റെ പുറകെ പോയതിൻ്റെ ഗുണം. നിന്റെ സ്വന്തം ജീവിതത്തിനാ നീ തന്നെ കത്തിവെച്ചിരിക്കുന്നത്. മനസ്സിലാക്കിക്കോ വിവരം കെട്ട കഴുതേ. കാണണ്ട എനിക്ക് നിന്നെ. വിശ്വനാഥൻ നായർ പെട്ടെന്ന് മുറി വിട്ടുപോയി. ശാരദാമ്മ ഗാഥയുടെ നേർക്ക് നോക്കി. ഇപ്പോൾ മുമ്പൊരിക്കലുമില്ലാത്തൊരു ഭാവം ആ നോട്ടത്തിലുണ്ടായിരുന്നു. വെറുപ്പ്. അത് കണ്ടതും അപ്പോൾ തന്നെ വീട് വിട്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകണമെന്ന് ഗാഥയ്ക്ക് തോന്നി. അതോടെ ഒന്നവൾക്ക് വ്യക്തമായി. സ്വയം എത്ര ന്യായീകരിച്ചിട്ടും അർത്ഥമില്ല. അച്ഛനും അമ്മയും അത് സമ്മതിച്ചേക്കാം. പക്ഷേ ഈ ലോകം അച്ഛനും അമ്മയുമല്ല. അത് ഈ വീടിൻ്റെ മതിൽക്കെട്ടിന് പുറത്ത് ജാഗ്രതയോടെ നോക്കി നിൽക്കുന്നു. കുറ്റാന്വേഷണകനെ പോലെ ശരിയും തെറ്റും വേർതിരിച്ച് പരിശോധിക്കുന്നു. ആത്മനിഷ്ഠയായ പരിശോധന. അങ്ങനെ തെറ്റ് ശരിയാവുന്നു, ശരി തെറ്റും. കുറ്റാന്വേഷണകർ അരവിന്ദ മേനോനിലൂടെയും രവികൃഷ്ണനിലൂടെയും പ്രസ്താവിക്കുന്നു. ആത്മനിഷ്ഠമായ പ്രസ്താവന. ഇവൾ പിഴച്ചവളാണ്. ഇവളെ ഞങ്ങൾക്ക് വേണ്ട. കേട്ടുകേൾവി എത്ര വേഗമാണ് സത്യമായി മാറുന്നത്. വെളുത്ത ഭിത്തിയിൽ കറുത്ത ചായം വീഴുന്നതോടെ അത് കറുത്ത ഭിത്തിയാവുന്നു. വെളുപ്പ് പിന്നെ മിഥ്യ. ചരിത്രത്തിൽ പോലും പിന്നെ അങ്ങനെയൊരു നിറമില്ല. ഗാഥ മുറിവ് പോലെ ചിരിച്ചു. പക്ഷേ ഫലിതം ഇവിടെ അവസാനിക്കുന്നില്ല. അയാൾ ഓർത്തു,
ഇനിയും വരാം വിവാഹാലോചനയോടെ പുതിയ മുഖങ്ങൾ, ശിഷ്യൻ്റെയോ പരിചയക്കാരൻ്റെയോ ചിലപ്പോൾ ഏതെങ്കിലും ബന്ധുവിൻ്റെയൊക്കെ രൂപത്തിൽ. നല്ല തുടക്കവും ഇരുണ്ട നിറവും. ഇനിയും ആ പ്രഹസനത്തിൻ്റെ ആവർത്തനത്തിന് വിധേയയാവാൻ തനിക്കാവില്ല. രക്ഷപ്പെടണം. പക്ഷെ എങ്ങനെ? എങ്ങോട്ട്? ഒരാണായിരുന്നെങ്കിൽ ഈ നിമിഷം ഈ ഗുഹ ഉപേക്ഷിച്ച് പുറത്തു ചാടുമായിരുന്നു. അവിടെയും വിധി തനിക്കെതിരെ കിട്ടിയത് പെൺജന്മം. 6 രാപ്പകലുകൾ കൂടി ഗാഥ അനിശ്ചിതത്തിൽ ഉലഞ്ഞു. 7-ാം ദിവസം അവളുടെ മോക്ഷത്തിനുള്ള വാതിൽ തുറന്നു കിട്ടി. കൊച്ചിയിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ക്ലർക്കിൻ്റെ കസേര. അതോടെ ദൈവത്തിനോടുള്ള ഗാഥയുടെ സ്നേഹം ഇരട്ടിയായി. രക്ഷകനല്ല, തളരുമ്പോൾ ഒരത്താണിയായി സ്വന്തം ചുമൽ ചായ്ച്ചു തരുന്ന ഒരു ചങ്ങാതിയാണ് ദൈവമെന്ന് അവൾക്ക് തോന്നി. ജോലി കിട്ടിയ വിവരം നിയമനോത്തരവ് വന്ന ദിവസം തന്നെ അവൾ അമ്മയോട് പറഞ്ഞിരുന്നു. അമ്മയിലൂടെ അച്ഛൻ അറിഞ്ഞിരിക്കാം. പക്ഷേ ഒരു പ്രതികരണവും വിശ്വനാഥൻ നായരിൽ നിന്നുണ്ടായില്ല. രവികൃഷ്ണൻ്റെ ആലോചന അലസിയ ശേഷം പരസ്പരം നോക്കാത്തതും മിണ്ടാത്തതുമായ 6 ദിവസങ്ങൾ കൂടി അച്ഛനും മകൾക്കും മുമ്പിലൂടെ കടന്നുപോയിരുന്നു. നീറിപ്പുകഞ്ഞ 6 രാപ്പകലുകൾ. ചെറുതെങ്കിലും നിർണായകമായിരുന്നു. ഗാദിയെ സംബന്ധിച്ച് ആ കാലം വീട് വിടാൻ അവൾ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. അത്ര തീക്ഷ്ണമായി തോന്നി അച്ഛൻ്റെ മൗനം. ഏതൊക്കെയോ ബന്ധുവീടുകൾ എവിടെയൊക്കെയോ ഉണ്ട്. അമ്മ വഴിയും അച്ഛൻ വഴിയുമുള്ള ബന്ധങ്ങൾ. അവിടെ എവിടെയെങ്കിലും തൽക്കാലം ചെന്ന് ചേക്കേറാം എന്നവൾ വിചാരിച്ചു. ആ തീരുമാനത്തിൻ്റെ സമാപ്തിയിലായിരുന്നു നിയമനത്തിൻ്റെ കടലാസ് അവളെ തേടി വന്നത്. കൊച്ചിക്ക് യാത്രയാവുന്നതിൻ്റെ തലേ രാത്രി എല്ലാം പാക്ക് ചെയ്തു വെച്ച ശേഷം മുറിയിൽ ഗാഥ ഉലാത്തി. പുറത്ത് വരാന്തയിൽ ചാരു കസേരയിൽ പതിവ് പോലെ അത്താഴശേഷം വിശ്വനാഥൻ നായർ ഇരിപ്പുണ്ടെന്ന് അവൾ ഊഹിച്ചു. ഗാഥ മുറിയിൽ നിന്നിറങ്ങി നടന്നു. വരാന്തയിലേക്ക് അനന്തമായ ദൂരമുണ്ടെന്ന് ഗാഥയ്ക്ക് തോന്നി. അവിടെയുണ്ടായിരുന്ന മനുഷ്യനിലേക്കും. വരാന്തയിൽ വിശ്വനാഥൻ നായർ മാത്രമല്ല, ശാരദാമ്മയും ഉണ്ടായിരുന്നു. പതിഞ്ഞ സ്വരത്തിൽ ഭർത്താവിനോട് എന്തോ പറഞ്ഞുകൊണ്ടിരുന്നത് ഗാഥയെ കണ്ടതും പെട്ടെന്ന് നിർത്തി. ഗാഥ കാണാതെ അവർ നേരിയതിൻ്റെ തുമ്പുകൊണ്ട് കണ്ണു തുടച്ചു. ഗാഥ മുന്നിൽ വന്നതറിഞ്ഞെങ്കിലും വിശ്വനാഥൻ നായർ മുഖം തിരിച്ച് അവളെ നോക്കിയില്ല. വിലക്കപ്പെട്ട ഭൂമിയിലെന്ന പോലെ ഗാഥ നിന്നു. ആരും മിണ്ടുന്നില്ല. മൗനത്തിന് ഇത്രയേറെ മാരകമാകാൻ സാധ്യമാവുമെന്ന് ആദ്യമായി മനസ്സിലാക്കുകയായിരുന്നു ആ 3 പേരും. അതിൻ്റെ ഭാരം താങ്ങാനാവാതെ ഗാഥ വിളിച്ചു, "അച്ഛാ." വിശ്വനാഥൻ നായർ മൂളിയില്ല, നോക്കിയില്ല. "നാളെ കാലത്ത് ഞാൻ കൊച്ചിയിലേക്ക് പോവാണ്." പ്രതികരണമില്ല. "ജോലിക്ക് ജോയിൻ ചെയ്യാൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ." വിശ്വനാഥൻ നായർ കസേരയിൽ ചാഞ്ഞു കിടന്നു. "ഇനി എന്നെക്കൊണ്ട് നിങ്ങൾക്ക് 2 ആൾക്കും മാനക്കേടുണ്ടാവില്ല." വലിയ ലോകത്ത് താൻ മാത്രം നിൽക്കുകയാണെന്നും തന്നോട് തന്നെ അർത്ഥമില്ലാതെ സംസാരിക്കുകയാണെന്നും ഗാഥയ്ക്ക് തോന്നി. ഒരു ചിത്തരോഗിയെ എന്ന പോലെ ലോകം പരിഹാസച്ചിരിയോടെ തന്നെ നോക്കുന്നുണ്ടെന്നും. ഗാഥ തിരികെ നടന്നു. വാതിൽ കടക്കാറായതും പിറകിൽ വിശ്വനാഥൻ നായരുടെ നിർവികാരമായ ശബ്ദം ഗാഥ കേട്ടു. "തനിച്ചു പോവണ്ട കൊച്ചിക്ക്, ഞാൻ വരാൻ കൂടെ." വിങ്ങുന്ന മുറിയിലേക്ക് ഒരു തണുത്ത കാറ്റ് വീശിയതുപോലെ തോന്നി അവൾക്കപ്പോൾ. കമ്പാർട്ട്മെൻറ്റിൽ വലിയ തിരക്കില്ലായിരുന്നു. എന്നിട്ടും ഗാഥയുടെ അടുത്തല്ല, എതിരെയുള്ള വിൻഡോ സീറ്റിലാണ് വിശ്വനാഥൻ നായർ ഇരുന്നത്. കണ്ടു പരിചയം മാത്രമുള്ള ഒരു നാട്ടുകാരനെ പോലെ തൊട്ടുമുമ്പിലെ സീറ്റ്. എന്നിട്ടും അച്ഛൻ എത്ര അകലം പാലിക്കുന്നുണ്ടെന്ന് ഗാഥ ഓർത്തു. വീട്ടിലെ പെരുമാറ്റശൈലിയിൽ ഒരു മാറ്റവും ഇല്ല. താനിപ്പോഴും വീട്ടിൽ തന്നെയാണെന്ന് ഗാഥയ്ക്ക് തോന്നി. പാളങ്ങളിലൂടെ ഓടുന്ന വീട് പോലെ ട്രെയിൻ നീങ്ങി. കൊച്ചി നഗരത്തിൻ്റെ ഹൃദയത്തിൽ തന്നെയായിരുന്നു ബാങ്കിൻ്റെ ബ്രാഞ്ച്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും 15 മിനിറ്റിൻ്റെ ഓട്ടോ ദൂരം. തമിഴ്നാട്ടുകാരിയായിരുന്നു മാനേജർ. പേര് കസ്തൂരി രാമാനുജം. തമിഴ് പുരട്ടിയ മലയാളത്തിൽ അവർ പറഞ്ഞു, "അക്കോമഡേഷൻ്റെ കാര്യത്തിൽ ഉത്കണ്ഠ വേണ്ട. കച്ചേരിപ്പടിയിൽ വിമൻസ് ഹോസ്റ്റലുണ്ട്. ബാങ്കിലെ സ്റ്റാഫായ 2 പേർ അവിടെ താമസിക്കുന്നു. മിനി ജോസും ലൈലയും. ഗാഥയ്ക്കും അവിടെ പോകാം." വിശ്വനാഥൻ നായർ ആശ്വാസത്തോടെ തലകുലുക്കി. ജോലിയിൽ പ്രവേശിക്കുന്നതിൻ്റെ ഔപചാരികതകൾക്കു ശേഷം ഗാഥ അച്ഛനോടൊപ്പം വരാന്തയിലേക്ക് ഇറങ്ങി. യാത്ര പറച്ചിൽ എന്ന ചടങ്ങാണിനി. വരാന്തയിൽ കൈവരിയിൽ പിടിച്ചു നിന്ന് വിശ്വനാഥൻ നായർ MG റോഡിലെ തീരാത്ത പ്രവാഹത്തിലേക്ക് നോക്കി. അടുത്ത ഗാഥയും. എന്താവും അച്ഛൻ പറയാൻ പോകുന്ന വാക്കുകൾ? യാത്രാമൊഴി. ഗാഥ ആലോചിച്ചു. "ശരി, ഞാൻ പോകുന്നു." "അങ്ങനെയാവുമോ?" "അല്ല, അത്രയും നീളാൻ വഴിയില്ല." ശരിയെന്ന 2 അക്ഷരമേ പരമാവധി പ്രതീക്ഷിക്കേണ്ടൂ.
ഒന്നും പറയാതെയും പോകാം. നിന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇനി നിന്റെ ഇഷ്ടം പോലെ എന്നർത്ഥം വരുന്നൊരു നോട്ടം നോക്കി തിരികെ പോകാം, ഗാഥ അനുമാനിച്ചു. അപ്പോൾ വിശ്വനാഥൻ നായർ ഗാഥയുടെ നേർക്ക് മുഖം തിരിച്ചു നോക്കി. ആ നോട്ടം കണ്ട ഗാഥ വിസ്മയിച്ചു പോയി. എത്രയോ ദിവസങ്ങളായി സ്വന്തം വീടെന്ന തടവറയിൽ അവൾ കണ്ട നോട്ടമല്ലായിരുന്നു അത്. മകളെ വിശ്വസിച്ചിരുന്ന പഴയ അച്ഛൻ്റെ നോട്ടം. അതായിരുന്നു ആ കണ്ണുകളിൽ. എത്രയോ ദിവസങ്ങളായി ആ മുഖത്ത് തമ്പടിച്ചിരുന്ന വെറുപ്പിൻ്റെ ഇരുട്ട് ഇപ്പോൾ അവൾ അവിടെ കണ്ടില്ല. പകരം മറ്റൊന്നിൻ്റെ വെളിച്ചം. അത് സഹതാപത്തിൻ്റെയോ അതോ മാപ്പ് നൽകലിൻ്റെയോ അവൾക്ക് വ്യക്തമായില്ല. എങ്കിലും എത്രയോ രാപ്പകലുകളായി ഹൃദയത്തെയും മിതിച്ചിരുന്ന ഭാരം പകുതിയും ഒരു നോട്ടത്തിൽ അലിഞ്ഞു പോയതായി അവൾക്ക് അനുഭവപ്പെട്ടു. മോളെ. വളരെ കാലത്തിനു ശേഷം ഗാഥ വിളി കേട്ടു. വിധിയിൽ വിശ്വസിക്കുന്നവനാണ് ഞാൻ. നിന്റെ ജീവിതത്തിൽ എത്രയോ സംഭവിച്ചു. എല്ലാം നീ മാത്രം വരുത്തി വച്ചെന്ന വിശ്വാസത്തിൽ. ആ വിശ്വാസം ശരിയോ തെറ്റോ ആവട്ടെ, അതത്രയും കഴിഞ്ഞിരിക്കുന്നു. എല്ലാം വിധിക്ക് വിടാം. ഒരു ദീർഘനിശ്വാസത്തോടെ വിശ്വനാഥൻ നായർ വീണ്ടും നിരത്തിലേക്ക് കണ്ണയച്ചു. പക്ഷേ അച്ഛനിവ പറയാനുള്ളത് വേറൊന്നാണ്. ഈ ജോലിയും ഈ സിറ്റിയിലേക്കുള്ള മാറ്റവും ഇതും വിധി തന്നെ. നിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള വിധി. ഇതൊരു പുതിയ ജന്മമാണെന്ന് നീ കരുതണം. ഒറ്റയ്ക്കാണ് നീ. അച്ഛനോ അമ്മയോ അടുത്തില്ല. അറിയാത്ത സിറ്റിയും. നാം ജീവിക്കുന്ന ഈ ലോകം പുറമേ കാണും പോലെയല്ല. നമ്മളെ നിയന്ത്രിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. കൂടുതലൊന്നും അച്ഛൻ പറയേണ്ടതല്ലോ. വേണ്ടെന്ന് ഗാഥ തലയാട്ടി. വിശ്വനാഥൻ നായർ വീണ്ടും ഗാഥയുടെ നേരെ തിരിഞ്ഞു. ഒരിക്കൽ കൂടി ദീർഘനിശ്വാസം അയച്ചു. പിന്നെ അവളുടെ ചുമലിൽ കൈവച്ച് അയാൾ ചോദിച്ചു, പോയിക്കോട്ടെ അച്ഛൻ. ആ സ്വരം അല്പം പതറിയോ? ഗാഥയ്ക്ക് തോന്നി. പെട്ടെന്ന് അത്ര നേരവും വീഴാതെ പിടിച്ചു നിന്ന കണ്ണീരിൻ്റെ 2 തുള്ളികൾ അവളുടെ കണ്ണിൽ നിന്ന് വീണു. വേഗം തന്നെ അവളത് തുടച്ചു. പിന്നെ തലകുലുക്കി. അച്ഛനോട് ഒരുപാട് എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു അവൾക്ക്. ഇത് പഴയ ഗാഥയല്ല അച്ഛാ. അനുഭവത്തിൻ്റെ ചവിട്ടേറ്റവളാണ്. മണ്ണിൽ മുഖമടിച്ച് വീണുപോയവളാണ്. പക്ഷേ ആ വീഴ്ചയിൽ നിന്നും മുഖം മലിനപ്പെടുത്തിയ മണ്ണും ചെളിയും തുടച്ചെടിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് നിന്നു. അച്ഛൻ സമാധാനമായി പോകൂ. ഗാഥ ലോകത്തെയും ജീവിതത്തെയും മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. ഇനിയൊരു വീഴ്ച ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവൾക്ക് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഒന്നും പറയാനായില്ല. പറയാതെ തന്നെ എല്ലാം അവളുടെ മുഖം നിന്ന് വായിച്ച മാതിരി ഒരാശ്വാസം തോന്നി വിശ്വനാഥൻ നായർക്ക്. അയാൾ പടികളിറങ്ങി താഴെ നടപ്പാതയിലെത്തി. ഒരിക്കൽ കൂടി മുകളിലേക്ക് മകളുടെ മുഖത്തേക്ക് നോക്കി. പിന്നെ മുമ്പിൽ വന്ന് നിന്ന വാഹനത്തിൽ കയറി നഗരത്തിൻ്റെ ഒഴുക്കിൽ മറഞ്ഞു. അല്പനേരം കൂടി അവിടെ തന്നെ നിന്ന ശേഷം അച്ഛൻ സൂചിപ്പിച്ച പുതിയ ജന്മത്തിലേക്ക് ഗാഥ തിരിഞ്ഞു നടന്നു. 7 ദിവസങ്ങൾ. അത്രയും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഗാഥയ്ക്ക് സ്വന്തം ഓർമ്മകളെ വേണ്ടതും വേണ്ടാത്തതുമായി തരംതിരിക്കാൻ കഴിഞ്ഞു. മുന്നോട്ട് നയിക്കുന്നത് നല്ല ഓർമ്മകൾ, സ്വയം നിന്ദയിലേക്കും നിത്യനിരാശയിലേക്കും വലിക്കുന്നത് ചീത്ത ഓർമ്മകളും. രണ്ടാമത്തെ ഇനം ഇനി തനിക്ക് ആവശ്യമില്ലെന്ന് ഗാഥ ഉറപ്പിച്ചു. നിർഭാഗ്യവശാൽ ഒഴിവാക്കപ്പെട്ട ആ ഓർമ്മക്കൂട്ടിൽ രേഖയും പെട്ടുപോയി. ജോലി കിട്ടിയ വിവരവും കൊച്ചിയിലെത്തിയ വിവരവും മനഃപൂർവ്വം ഗാഥ അവളെ അറിയിച്ചിരുന്നില്ല. ഏറ്റവും അടുത്ത കൂട്ടുകാരി, എല്ലാം അറിയുന്നവൾ. ഇതേ നഗരത്തിൽ വെളിപ്പാടകലെ അവൾ താമസിക്കുന്നു, കടവന്ത്രയിൽ. ഇതിനകം 3 തവണ രേഖ അവളെ വിളിച്ചിരുന്നു. 3 തവണയും നിസ്സംഗമായ ഒരു വാക്കിലോ മൂളലിലോ ഗാഥ മറുപടി ഒതുക്കി. ഇപ്പോഴും താൻ നാട്ടിലാണെന്ന് ധരിച്ചോട്ടെ. 7 ദിവസങ്ങളായി താനിവിടെയുണ്ടെന്ന് അറിഞ്ഞാൽ അവൾ പാഞ്ഞു വരും. ഒറ്റയ്ക്കാവില്ല വരവ്. താൻ വലിച്ചെറിഞ്ഞ തൻ്റെ ചീത്ത ഭൂതകാലത്തെയും കൂട്ടിയാവും. പാടില്ല. അവൾ അവിടെയും താൻ ഇവിടെയും ഈ ജീവിതം പോകട്ടെ. അച്ഛൻ പറഞ്ഞതുപോലെ 2ാം ജന്മമാണിത്. കഴിഞ്ഞ ജന്മത്തിലെ ചങ്ങാതിയാണ് രേഖ. ഇനി ഈ ജന്മത്തിൽ അവളില്ല. ഗാഥ നിശ്ചയിച്ചു. ജീവിതത്തെ പുതിയ ചിട്ടകളിലേക്ക് പറിച്ചു നടാൻ അവൾ ശ്രമം ആരംഭിച്ചു. ബാങ്കിനും ഹോസ്റ്റലിലുമായി തൻ്റെ ദിവസങ്ങളെ കൊടുത്തു. ഭാഗ്യത്തിന് ബാങ്കിലെ ജോലി തലച്ചോറിനെ സൂചിമുനയിൽ നിർത്തുന്നതായിരുന്നു. മറ്റുള്ളവരുടെ പണം കൈകാര്യം ചെയ്യുന്ന ജോലി. അതിനു വേണ്ടത് ഏകാഗ്രതയും ഓർമ്മശക്തിയും ചുമതലാബോധവുമാണ്. പുറത്തേടി വെട്ടുകയോ മഴ പെയ്യുകയോ ചെയ്യട്ടെ, മരണമോ ജനനമോ നടക്കട്ടെ, മുമ്പിലെ സംഖ്യകൾ ടാലിയാവാതെ കൂട്ടിലെ കാഷ്യർ കക്ഷിക്ക് എഴുന്നേൽക്കാനാവില്ല. ദിവസങ്ങൾ പോകെ പോകെ അവളുടെ മനസ്സ് ജോലിയിലേക്ക് കൂടുതൽ ഇറങ്ങി. അവളുടെ മനസ്സ് ഏകാഗ്രമായി. ഹോസ്റ്റലിലെ 2ാം നിലയിലായിരുന്നു ഗാഥയുടെ മുറി.
ഗാദിയുടെയും മുറി എന്ന് പറയുകയാണ് ശരി. കാരണം അവിടെ മുമ്പേ തന്നെ മറ്റൊരാളുണ്ട്. തൃശൂർ സ്വദേശിയായ മിനി ജോസ്. തൻ്റെ മുറിയിൽ ഗാദിക്ക് കൂടി ഇടം കൊടുക്കുകയായിരുന്നു മിനി. പെട്ടെന്നെടുക്കുന്ന പ്രകൃതക്കാരിയായിരുന്നു മിനി. ഒരുപാട് വർത്തമാനം പറയുന്നവളും. കിലുക്കാംപെട്ടി എന്നായിരുന്നു കേട്ടോ എൻ്റെ സ്കൂളിലെ പേര്. മുറിയിൽ ഗാഥ ചേക്കേറിയ ദിവസം മിനി ജോസ് പറഞ്ഞു. കല്യാണത്തിന് മുമ്പ് അമ്മ വാൺ ചെയ്യുമായിരുന്നു, ഇങ്ങനെ വായാടിമായാൽ അമ്മായിയമ്മയ്ക്ക് ഇഷ്ടമാവില്ലെന്ന്. ഭാഗ്യത്തിന് ജോസിൻ്റെ 10ാം വയസ്സിൽ ജോസിൻ്റെ അമ്മ മരിച്ചു പോയിരുന്നു. ഇല്ലെങ്കിൽ ഈ ചിരി കരച്ചിലായനട്ടോ. അതും പറഞ്ഞ് മിനി പൊട്ടിച്ചിരിച്ചു. എനിക്ക് മിസ് പൊട്ടിച്ചിരിയെന്നും പേരുണ്ടായിരുന്നു. കോളേജിൽ ചിരിയുടെ പേരിൽ. ബികോമിന് പഠിക്കുമ്പോൾ 2 വട്ടം എന്നെ ക്ലാസ്സിൽ നിന്ന് ഗെറ്റ് ഔട്ട് അടിച്ചിട്ടുണ്ട്. ചെറിയ ജോക്ക് കേട്ടാലും എനിക്ക് ചിരി പൊട്ടുമിടോ. എന്താ ചെയ്യുക, ഞാൻ ജൂനിയർ ചിത്രയെന്നും പേരുണ്ടായിരുന്നു കേട്ടോ. പാട്ടുകാരി ചിത്രേ. പാടുമോ മിനി? ഏയ്, പാട്ട് എൻ്റെ അടുത്ത് പോലും പോയിട്ടില്ല. എന്നെപ്പോലെ ചിത്രയും ചിരിക്കുമല്ലോ, അതുകൊണ്ടാ. തനിക്ക് വേറൊരു വട്ടം കേൾക്കണോ? നടൻ ശ്രീനിവാസൻ എന്ന് കേട്ടാൽ മതി, ഞാൻ ചിരിച്ചു വീണു പോവും. ഗാഥ കൗതുകത്തോടെ വർത്താനം കേട്ടിരുന്നു. താൻ ലേശം സീരിയസാ അല്ലേ? എങ്കിൽ വേറെ മുറി നോക്കിക്കോളൂ കേട്ടോ. എനിക്കെന്തായാലും ചിരിക്കാണ്ട് പറ്റില്ല, തനിക്കത് ബുദ്ധിമുട്ടാവും. എനിക്ക് ബുദ്ധിമുട്ടില്ല, ഒരനുഗ്രഹമല്ലേ ചിരിക്കാനൊക്കുന്നത്. ആദ്യ ദിവസം അങ്ങനെ കഴിഞ്ഞു. 2ാം ദിവസമാണ് മിനി ജോസ് കടാര പോലുള്ള അടുത്ത വിശേഷം പറഞ്ഞത്. അവളുടേത് പ്രേമവിവാഹമായിരുന്നെന്ന്. അതിൻ്റെ തുടക്കവും വികാസവും ഒക്കെ വിവരിക്കാൻ തുടങ്ങിയതും ഗാഥ വിചാരിച്ചു, മുറി മാറേണ്ടി വരുമോ? കഴിഞ്ഞ കാലം മാത്രമല്ല, വർത്തമാനകാലവും ശിക്ഷിക്കുകയാണോ തന്നെ? ഇപ്പോൾ താൻ ഏറ്റവും വെറുക്കുന്ന രോഗമാണ് പ്രേമം. ആ വാക്കുകളിലും തനിക്ക് ഓക്കാനമുണ്ടാക്കുന്നു. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞപ്പോൾ മിനി നാട്ടിലേക്ക് പോയി. ഇനി തിങ്കളാഴ്ച കാലത്ത് നേരെ ബാങ്കിലേക്കാണ് വരിക. അതാണ് പതിവ്. പോകും മുമ്പ് മിനി അവളോട് ചോദിച്ചിരുന്നു, താൻ വീട്ടിൽ പോണില്ലേ? വീട്ടിലായിരുന്നല്ലോ ഇത്രയും നാൾ. ഇപ്പോഴിതൊക്കെ പറയും. കഴുത്തിൽ താലി വീഴട്ടെ, അപ്പോൾ കാണാം എന്നെപ്പോലെ കിട്ടണ വണ്ടിക്ക് കിട്ടിയവൻ്റെ അടുത്തേക്ക് പായുന്നത്. മിനി പോയത് ഒരാശ്വാസമായിരുന്നു ഗാഥയ്ക്ക്. ഒരു ദിവസമെങ്കിലും ഒറ്റയ്ക്കിരിക്കാമല്ലോ. മിനിയുടെ നിരന്തരമായ വർത്തമാനത്തിൻ്റെ പെരുമഴയിൽ നിന്നൊഴിഞ്ഞ് ഒരു ദിവസമെങ്കിലും നിശബ്ദതയുടെ സുഖം ആസ്വദിക്കാമല്ലോ. അവൾ അങ്ങനെ വിചാരിച്ചു. പക്ഷെ മുറിയിൽ തനിച്ചായി കുറെ കഴിഞ്ഞപ്പോഴാണ് ഏകാന്തതയുടെ വീർപ്പുമുട്ടൽ ഗാഥയ്ക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയത്. വീട്ടിലെത്രയോ ദിവസങ്ങൾ ഈ ശിക്ഷ അനുഭവിച്ചതാണ്. ഒന്നും ചെയ്യാതെ, ആരും അടുക്കാതെ കുറേ രാപ്പകലുകൾ. ഇവിടെ ഇതാ വീണ്ടും അതേപോലെ ഒരു രാത്രിയും ഒരു മുഴുവൻ ദിവസവും തൻ്റെ മുമ്പിൽ. എങ്ങനെ കൊല്ലും ഈ നീണ്ട മണിക്കൂറുകളെ? ഗാഥ അസ്വസ്ഥമായി. മുമ്പ് സ്വയം അവൾക്കൊരു ഭാരമുണ്ടായിരുന്നില്ല. നാട്ടിലെ വായനാശാലയിലെ പുസ്തകങ്ങൾ, പിന്നെ കോളേജ് ലൈബ്രറിയിലെ പുസ്തകങ്ങൾ, ആർത്തി പിടിച്ച വായനയിൽ അന്ന് ദിവസങ്ങൾ മുങ്ങിപ്പോയിരുന്നു. പക്ഷെ ഇപ്പോൾ അടച്ചിട്ട ഈ മുറിയിൽ സമയം തന്നെ തുറിച്ചു നോക്കുകയാണ്. മിനി പോയത് വലിയ ശിക്ഷയാണെന്ന് ഗാഥയ്ക്ക് തോന്നി. മിക്കവരും നാട്ടിൽ പോയതിനാൽ ഹോസ്റ്റലുകളിലെ പല മുറികളും ശൂന്യമാണ്. ഉള്ളവരുമായി അടുപ്പവുമില്ല. എന്തു ചെയ്ത് തള്ളി നീക്കും ആ സമയത്തെ ഈ ശൂന്യതയെ? മനുഷ്യർ വേണമെന്നില്ല, ഒരു പുസ്തകം മതി. കഥയും നോവലുമില്ലാത്ത എന്തിനെപ്പറ്റിയെങ്കിലും ഉള്ളൊരു പുസ്തകം. ഒരു ടെലിഫോൺ ഡയറിയെങ്കിലും മതി. ഗാഥ വേവലാതിയോടെ മുറിയിലാകെ തിരഞ്ഞു. ഒരു ബൈബിളെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. ഇല്ല, ഒന്നുമില്ല. മിനിക്ക് വായന അലർജിയാണെന്ന് പറഞ്ഞിരുന്നത് അപ്പോഴാണ് അവൾ ഓർത്തത്. ആകെ നിരാശയായി. ഗാഥ കിടക്കയിൽ തളർന്നു കിടന്നു. അപ്പോൾ അവളുടെ കണ്ണുകൾക്ക് മുമ്പിലേക്ക് ഒരു മുഖം വന്നു. രേഖ. ഭൂതകാലത്തിൽ നിന്ന് രേഖ വിളിച്ചു, ഗാഥേ. പെട്ടെന്ന് കണ്ണുകൾ ഇറക്കിയടച്ച് ഗാഥ പറഞ്ഞു, അല്ല, ഞാൻ നിന്റെ ഗാഥയല്ല. എനിക്ക് നിന്നെ കാണണ്ട. അടുത്ത അധ്യായം നാളെ.